മലയാളത്തിലെ ഐക്കോണിക് കഥാപാത്രങ്ങളിൽ ഒന്നാണ് സാഗർ ഏലിയാസ് ജാക്കി. എസ്.എൻ. സ്വാമിയുടെ രചനയിൽ കെ. മധു സംവിധാനം ചെയ്ത 20-ാം നൂറ്റാണ്ട് എന്ന സിനിമയിലെ നായക കഥാപാത്രമാണ് സാഗർ ഏലിയാസ് ജാക്കി. ഇതേ കഥാപാത്രത്തെ നായകനാക്കി 2009-ൽ അമൽ നീരദ് സാഗർ ഏലിയാസ് ജാക്കി എന്ന പേരിൽ സിനിമ ചെയ്തിരുന്നു. എന്നാൽ കഥാപാത്രത്തിന് ആദ്യം നൽകാനിരുന്ന പേര് ഇതല്ലായിരുന്നുവെന്ന് എസ്.എൻ. സ്വാമി പറഞ്ഞു. സാഗർ അഥവാ ജാക്കി എന്നർത്ഥം വരുന്ന സാഗർ അലയാസ് ജാക്കി എന്ന പേരായിരുന്നു ആദ്യം താൻ ആലോചിച്ചതെന്നും എന്നാൽ മോഹൻലാലിൻ്റെ നിർബന്ധം കൊണ്ടാണ് സാഗർ ഏലിയാസ് ജാക്കി എന്ന പേര് വെച്ചതെന്നും എസ്.എൻ. സ്വാമി പറഞ്ഞു. ആ പേര് മാറ്റുന്ന പ്രശ്നമില്ലെന്ന് മോഹൻലാൽ പറഞ്ഞതുകൊണ്ടാണ് സാഗർ ഏലിയാസ് ജാക്കി എന്ന പേരിലേക്ക് വന്നതെന്നും സ്വാമി കൂട്ടിച്ചേർത്തു. ഓൺ ലുക്കേഴ്സ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് എസ്.എൻ. സ്വാമി ഇക്കാര്യം പറഞ്ഞത്. അതുവരെയുള്ള നായകന്മാരെക്കാൾ വളരെയധികം സ്റ്റൈലിഷ് ആയിട്ടുള്ള പേരായിരുന്നു 20-ാം നൂറ്റാണ്ടിലെ മോഹൻലാലിൻ്റേത്. സാഗർ ഏലിയാസ് ജാക്കി എന്നായിരുന്നില്ല ആദ്യത്തെ പേര്. സാഗർ അഥവാ ജാക്കി എന്ന അർത്ഥം വരുന്ന സാഗർ അലയാസ് ജാക്കി എന്നായിരുന്നു എൻ്റെയും മധുവിൻ്റെയും മനസ്സിൽ. പക്ഷേ മോഹൻലാലിൻ്റെ നിർബന്ധമായിരുന്നു സാഗർ ഏലിയാസ് ജാക്കി എന്ന പേര്. ഈ പേര് മതി എന്ന് ലാൽ വാശി പിടിക്കുകയായിരുന്നു. വേറെ പേരൊന്നും വേണ്ട, ഇത് മതിയെന്ന് ലാൽ വാശി പിടിച്ചപ്പോൾ ഞാനും മധുവും സമ്മതിക്കുകയായിരുന്നു. അതുപോലെ മലയാളത്തിൽ ആദ്യമായി നായകൻ്റെ ഇൻട്രോയ്ക്ക് പ്രത്യേക BGM ഉപയോഗിച്ചത് 20-ാം നൂറ്റാണ്ടിലായിരുന്നു. ശ്യാമിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതായിരുന്നു അത്, എസ്.എൻ. സ്വാമി പറഞ്ഞു.